മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ കണ്ടാലറിയാത്തത് എന്ന പാഠഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമാണ്. ആരാണ് നാരായണ ഗുരു? കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന പല അനാചാരങ്ങളെയും ഇല്ലാതാക്കിയ തത്വചിന്തകനാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും ജീവിത ലക്ഷ്യവും. കേരളത്തിൽ മുമ്പ് സവർണരുടെ മേൽക്കോയ്മയാണ് നിലനിന്നിരുന്നത്. സവർണർ എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിയിലുള്ളവർ. സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെ ആകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. ഒരു പുത്തൻ ഉണർവിലേക്ക് സമൂഹത്തെ നയിച്ചത് ശ്രീനാരായണ ഗുരുവായിരുന്നു. ജാതി വ്യവസ്ഥയെ ഇദ്ദേഹം ചോദ്യം ചെയ്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ദൈവാരാധന നടത്തുവാനായി കേരളത്തിലും തമിഴ്നാട്ടിലുമായി ശ്രീനാരായണ ഗുരു 40ഓളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. കാരണം അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ദൈവാരാധന നടത്തുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് ഉയർന്ന ജാതിക്കാർ അതിന് സമ്മതിച്ചിരുന്നില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആരാണെന്ന് മനസ്സിലായല്ലോ. പ്രൊഫസർ M.K. സാനുവിൻ്റെ ശ്രീനാരായണ ഗുരു എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കണ്ടാലറിയാത്തത് എന്ന പാഠഭാഗം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ പാഠഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. പ്രൊഫസർ M.K. സാനു 1928 ഒക്ടോബർ 27 ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. M.K. സാനു കോളേജ് അധ്യാപകനായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. 1987 കേരള നിയമസഭയിൽ ഇദ്ദേഹം അംഗമായിട്ടുണ്ട്. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 40ഓളം കൃതികളുടെ കർത്താവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് കർമ്മഗതി എന്നാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം എന്നീ ബഹുമതികൾ M.K. സാനുവിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: മലയാള സാഹിത്യ നായകന്മാർ, കുമാരനാശാൻ, ഇവർ ലോകത്തെ സ്നേഹിച്ചവർ, M. ഗോവിന്ദൻ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, ആശാൻ പഠനത്തിന് ഒരു മുഖവുര, മൃത്യുഞ്ജയം കാവ്യജീവിതം, ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, അത് ജീവചരിത്രക്കുറിപ്പാണ്, യുക്തിവാദി M.C. ജോസഫ്, അതും ജീവചരിത്രമാണ്, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ, അതും ജീവചരിത്ര കൃതിയാണ്, അസ്തമിക്കാത്ത വെളിച്ചം ആൽബർട്ട് ഷെർസറുടെ ജീവചരിത്രമാണ്, ഉറങ്ങാത്ത മനീഷി P.K. ബാലകൃഷ്ണൻ്റെ ജീവചരിത്രമാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അതായത് കുറേ ജീവചരിത്ര കൃതികളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രൊഫസർ M.K. സാനുവിൻ്റെ കൃതികൾ, അദ്ദേഹം ജനിച്ച സ്ഥലം, അദ്ദേഹം ഏതൊക്കെ പദവികൾ വഹിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഓർത്തു വയ്ക്കുക. പാഠഭാഗത്തിൻ്റെ ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.